ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ കരയുദ്ധവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതേസമയം പാലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് തീവ്രവാദ സംഘടനയായ ഹമാസിനുള്ള അംഗീകാരമോ? യുദ്ധത്തിൽ ഇസ്രായേലിന് ജയിക്കണമെങ്കിൽ ഹമാസിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കേണ്ടതും ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ ഗാസ നഗരം കീഴടക്കേണ്ടതും അത്യാവശ്യമാണ്. ഗാസയിൽ ഹമാസിനെ 2 വർഷം തളർത്തിയും ഹിസ്ബുള്ളയെ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അകറ്റിയും ഇറാന്റെ പ്രധാന ആണവ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടും യുദ്ധത്തിൽ വിജയിച്ചതായി ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയില്ല. ചരിത്രപരമായി ഒരു യുദ്ധത്തിൽ തോൽക്കുന്ന പക്ഷം യുദ്ധക്കളം വിടുന്നു. പരാജയപ്പെട്ടാൽ ഹമാസ് ഗാസ വിടും. ഭീകര സംഘടനയെ പിന്നീട് ഒരിക്കൽ പോലും തിരിച്ചു വരുവാൻ ആവാത്ത വിധത്തിൽ അതിർത്തിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യും. 1982 ജൂലൈയിൽ 14,000 PLO ഭീകരർ ലെബനനിൽ നിന്ന് ടുണീഷ്യയിലേക്ക് നാടുവിട്ടു പോയതുപോലെ സമാന ചിത്രം ഗാസയിൽ വരയ്ക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഹമാസിനെ പുറത്താക്കാതെ വ്യക്തമായൊരു വിജയം നേടാൻ കഴിയില്ലെന്നാണ് ഇസ്രായേൽ പക്ഷം. ഹമാസിനെതിരായ യുദ്ധത്തിൽ ബന്ദികളായ 50ഓളം പേർ ഇപ്പോഴും മോചിതരായിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും യുദ്ധത്തിൽ മുമ്പിലാണ്. ഇസ്രായേലിനെതിരായ അടിയന്തര ഭീഷണി ഇല്ലാതായി. ഇസ്രായേൽ അതിർത്തിയിൽ ഹമാസ് ഇപ്പോൾ വിന്യസിച്ചിട്ടില്ല. കൂടാതെ മിസൈലുകൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനുമുള്ള ഹമാസിന്റെ ശേഷി നഷ്ടപ്പെട്ടു. ഭരിക്കുന്ന ഭൂരിഭാഗം പ്രദേശവും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ 15,000 മുതൽ 20,000 വരെ പോരാളികളും. അതേസമയം ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലാക്കുകയും വംശഹത്യ നടത്തുകയും ചെയ്തുവെന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഹമാസ് പ്രചാരണ യുദ്ധത്തിൽ വിജയിച്ചു. ഇസ്രായേൽ ആക്രമണം മാനുഷിക മേഖലയിലേക്ക് കടന്നതോടെ സാധാരണക്കാരായ അനേകരുടെ ജീവൻ പൊലിഞ്ഞത് UN-ന്റെ അടക്കമുള്ള എതിർപ്പിനും കാരണമായി. ഇസ്രായേലിന് സമയം തീർന്നു പോവുകയാണ്. ലോകം നീണ്ട യുദ്ധങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തുടർച്ചയായ അമേരിക്കൻ പിന്തുണയും ഉറപ്പില്ല. അതിനാൽ ക്ഷമയോടെയുള്ള ഉപരോധം വിജയം നേടുന്നതിനുള്ള ഒരു മാർഗവുമല്ല. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് തടയുവാനും വിജയം നേടാനും ഗാസ നഗരം കീഴടക്കുന്നതിനും ദ്രുതഗതിയിലുള്ള ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. അതേസമയം നെതന്യാഹു ഭരണ തുടർച്ച ഉറപ്പിക്കുവാനാണ് യുദ്ധവുമായി മുന്നോട്ടു പോകുന്നതെന്ന അഭിപ്രായവും നിലവിലുണ്ട്. ഒക്ടോബർ 7-ലെ സുരക്ഷാ വീഴ്ച മറച്ചു പിടിക്കാനാണ് നീണ്ടുപോകുന്ന ഈ യുദ്ധങ്ങളെന്നും പലരും ആരോപിക്കുന്നു. എന്നാൽ ഹമാസിനെതിരായ വിജയം പ്രാദേശിക സ്ഥിരതയെയും ഇസ്രായേലിന്റെ ആഭ്യന്തര സമാധാനത്തെയും ശക്തിപ്പെടുത്തുവാനുള്ള പ്രധാന കണ്ണിയാണ്. എന്തായാലും ഭീകര യൂണിറ്റുകളെ അതിർത്തിയിൽ നിലനിർത്തി അപകടം ക്ഷണിച്ചു വരുത്തുവാൻ ഇസ്രായേൽ മുതിരില്ല. ഇസ്രായേലുമായി സമാധാന കരാറിലുള്ള ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയായ ഹമാസിനെ വെറുക്കുന്നുണ്ട്. അതിനവരുടെ പിന്തുണയും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ മുസ്ലിം ബ്രദർഹുഡിനെയും അവർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന ഖത്തറിനെയും അവരുടെ ഭരണകൂടങ്ങൾക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും വെല്ലുവിളിയായാണ് കാണുന്നത്. ആഗോളതലത്തിൽ ഹമാസിന്റെ പരാജയം നിർണായകമാണ്. ഇസ്രായേലിന്റെ വിജയം യാഥാസ്ഥിതികർക്കും സ്വതന്ത്ര ലോകത്തിലെ ദേശീയവാദികൾക്കും പ്രോത്സാഹനം നൽകും. വിജയം നേടുന്നതിനുള്ള വില ഉയർന്നതാണെങ്കിൽ പോലും അന്തിമ വിജയം നേടുന്നതുവരെ യുദ്ധവുമായി മുന്നോട്ടു പോകുവാനാണ് ഇസ്രായേലിന്റെ ഉറച്ച തീരുമാനം.
ചെയ്തു.